ഹലോ, ഈ മുഖത്തെ സന്തോഷം എന്താണെന്നറിയോ? ഞാനിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി. അതിൻ്റെ ഒരു സന്തോഷമാട്ടോ നിങ്ങളായിട്ട് പങ്കുവെച്ചേ. വിഷു കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചങ്ങോട്ടേക്ക് എത്തിയപ്പം വല്ലാണ്ട് നാടും വീട്ടും അച്ഛനും അമ്മേനെയും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, വൈ കാൻ't വി മേക്ക് എൻ ഉണ്ണിയപ്പം. അങ്ങനെ ഉണ്ണിയപ്പം ഞാൻ വിചാരിച്ചു ഉണ്ണിയപ്പം വിൽ ബി എ ബിഗ് പ്രോസസ്സ്. കാരണം അത് അമ്മയെ ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കുന്നത് കണ്ടത് വളരെ വലിയ ബിഗ് പ്രോസസ്സാണ്. ഹോൾ ഡേ അമ്മ അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുന്നു, ഫുൾ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്നതൊക്കെയാണ് ഞാൻ ദൂരെ നിന്ന് കാണാറുള്ളത്. ബാക്കി കുറേ കാര്യങ്ങൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഉണ്ണിയപ്പം അമ്മ ഇറ്റ്സ് ലൈക്ക് അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം, അങ്ങനെ അതുകൊണ്ട് ആ ഏരിയയിലേക്ക് ഞാനും എൻ്റെ അനിയത്തിയും കടക്കാറില്ല. അപ്പോൾ എൻ്റെ ഒരു വിചാരം ഇത് വലിയൊരു പ്രോസസ്സാണ്, എന്നെക്കൊണ്ടൊന്നാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാതിരുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ള തോന്നൽ വരാൻ കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിൻ്റെ ചേച്ചീൻ്റെ മോൻ, നമ്മൾ കുട്ടികൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവുക. അവനിഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊരു ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പോലെയല്ല, ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ് ഉണ്ണിയപ്പം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും എപ്പോഴും ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുതുതായിട്ട് ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും ഓൾറെഡി ഐ നോ, എനിക്കറിയാം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും. ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എപ്പോഴും ആദ്യമായിട്ട് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഞാൻ അന്നുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ക്രിസ്പിനെസ് കുറച്ച് കൂടുതലായിരുന്നു. ബട്ട് എന്നാലും ഇറ്റ് വാസ് ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിച്ചവരൊക്കെ. താഴെ ആൻറ്റി ഉണ്ടായിരുന്നു, ഇവിടെ ബാംഗ്ലൂരിൽ രാജസ്ഥാനി തന്നെ, അവർ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, കേസിത്ത് പറഞ്ഞേ ഇത്രയും ടേസ്റ്റി ആയിട്ട് നീ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? നമ്മൾ നാട്ടിലുള്ള ശരിക്കുള്ള ഉണ്ണിയപ്പം ഇവർ കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും അത്ര ടേസ്റ്റി ആണെന്നില്ല. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ സോഫ്റ്റ് ഉണ്ണിയപ്പം കഴിക്കുന്ന ആൾക്കത് ഇഷ്ടപ്പെടില്ല, കാരണം അത് കുറച്ച് ക്രിസ്പിനെസ്, ബട്ട് ഇറ്റ് വാസ് ടേസ്റ്റി. അതൊക്കെ ആ ഒരു ഇതിലാണ്. നെക്സ്റ്റ് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഹസ്ബൻഡ് കറക്റ്റ് പറഞ്ഞു, അത് കുറച്ച് എന്താ പറയുക ക്രിസ്പിനെസ് കൂടുതലാണെന്നുള്ളത്. പിന്നെ ഞാൻ എല്ലാം കറക്റ്റ് മെഷറിൽ എടുത്തു. ഇവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം പ്രോസസ്സിലേക്ക് കടന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഫസ്റ്റ് നമുക്ക് ഫ്രഷ് വെളിച്ചെണ്ണ, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിന് മുന്നേ വെളിച്ചെണ്ണേൻ്റെ ഷോർട്ട് ഉണ്ട്. ഇവിടുന്ന് വാങ്ങുന്നത് ഫുൾ പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തതും പിന്നെ ഇവിടെ വിലയും കൂടുതലാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ ധാരാളമായിട്ടുണ്ടല്ലോ, അപ്പം പിന്നെ ലാവിഷ് ആക്കാമെന്ന് വിചാരിച്ചു. അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിൽ കുറച്ച് നെയ്യൊക്കെ ജസ്റ്റ് ഒരു ടേസ്റ്റിനൊക്കെ വെച്ച് ഞാൻ ഗ്ലാസ്സിലാണ് ഇത് സുഖമായിട്ട് ഒഴിക്കാൻ, ഈ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഇത് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയും, പിന്നെ അതിൻ്റെ ഒരു കപ്പ് ഫുള്ളില്ല, കുറച്ചൊരു 3/4 കപ്പ് മൈദയും, പിന്നെ എന്താ പറയുക തേങ്ങ കൊത്ത്, എള്ള്, ഇത് ബ്ലാക്ക് എള്ളില്ലേ അതൊക്കെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് മാവൊക്കെ റെഡിയാക്കിയത്. മാവ് റെഡിയാക്കി 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിരുന്നു എൻ്റെ ഉണ്ണിയപ്പം. അപ്പം ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുടുമ്പോൾ ഞാൻ കുറച്ചും കൂടി നല്ല വാട്ടറി ആയിരുന്നു കേട്ടോ എൻ്റെ അത്. അപ്പോൾ വാട്ടറി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്റ്റിക്കി ആയിപ്പോവും, അല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഇത്ര നന്നാവുന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചില കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഉണ്ണിയപ്പല്ലേ അതുപോലെ ഉണ്ടായിരുന്നു. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ജേർണി ഓഫ് മൈ ഫസ്റ്റ് ഉണ്ണിയപ്പം മേക്കിംഗ്. ഇങ്ങനെ ഉണ്ണിയപ്പം നല്ല ബോൾസായിട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നാട്ടിലുള്ള അമ്മമാരുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്, അവരിതിലും നല്ല ടേസ്റ്റിലുണ്ടാക്കുക, അവർക്കൊക്കെ ഇത് സാധാരണ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്, ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയും അച്ഛനെയും എല്ലാവരും മിസ് ചെയ്യും. അപ്പം വിട്ട് നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം, പ്രത്യേക സന്തോഷമാണ് ഇങ്ങനെ ഉണ്ണിയപ്പം നല്ല ബോൾസായിട്ട് ഫസ്റ്റ് സക്സസ്ഫുള്ളായിട്ട് വരുന്നത് കാണുമ്പോൾ.
ഞാൻ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര എല്ലാവരും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിൽ അച്ഛൻ്റെ വീട്ടിലാണെങ്കിലും അമ്മേൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പോഴും എല്ലാവരും ഒരുമിച്ചിട്ട്, ഈവൻ അവിടെ കസിൻസൊക്കെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ഏട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും എല്ലാവരും കൂടുന്ന ഒരു സമയം. അപ്പോൾ എല്ലാവരും കണ്ടുവന്നു, എല്ലാ ചിന്നമ്മമാരെയും കണ്ടുവന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ചേച്ചിയും ചേച്ചീൻ്റെ ഹസ്ബൻഡും മോനൊക്കെ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ആദ്യം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് നാട്ടിലേക്ക് വിഷുവിന് പോയത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു മന്തിലെ ഫസ്റ്റ് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. അപ്പം നന്നായിട്ട് നാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പം വല്ലാണ്ട് നമ്മൾ ആലോചിച്ചിരുന്ന് വിഷമിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മൈൻഡ് എപ്പോഴും ഹാപ്പിനെസ് കണ്ടെത്താം. നമ്മളെപ്പോഴും മൈൻഡ്ഫുൾ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കണം. ആ മൈൻഡ്ഫുൾ ഹാപ്പിനെസ് കണ്ടെത്താൻ ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക, നല്ല നല്ല ആക്ടിവിറ്റീസിലേക്ക് തിരിയുക. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഞാൻ തിരഞ്ഞെടുത്ത ആക്ടിവിറ്റിയാണ് ഈ ഉണ്ണിയപ്പം മേക്കിങ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കപ്പിൽ അരിപ്പൊടി, 1 കപ്പ് ഇല്ല 3/4 കപ്പാണ് ഞാൻ ഉണ്ണിയപ്പത്തിന് മീൻസ് മൈദ എടുത്തത്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ റവ, പിന്നെ എള്ളും ഈ തേങ്ങാക്കൊത്തും നെയ്യിലിട്ടിട്ട് വറുത്തെടുത്തു. പിന്നെ ശർക്കര പാവ് ഒഴിച്ചെടുത്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ 1 കപ്പിൽ ഈ അരിപ്പൊടി ഈ മൈദ അങ്ങനെയുള്ള 2 ഇതിലും കൂടി ഞാൻ ഒരു 20 ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവണം. 20 എണ്ണം ഉണ്ടാക്കിയത്. അതിന് നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ചുട്ടെടുത്തതിന് ശേഷം താഴെ ആൻറ്റിക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പം ആൻറ്റി വാതിൽ തുറക്കട്ടെ, വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആൻറ്റിക്ക് ഇഷ്ടമാണ് കേട്ടോ. അന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ആൻറ്റിക്ക് സന്തോഷമായിട്ടുണ്ട്. ഓരോ താഴെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. അവന് കൊടുക്കാൻ പറ്റില്ല സ്വീറ്റായതുകൊണ്ട്. പിന്നെ ഞാൻ വൈകിട്ട് ഹസ്ബൻഡ് വന്നപ്പോൾ കൊടുത്തു. എത്രയൊക്കെ ഉണ്ടാക്കിയോ നീ, സ്മെല്ല് നല്ലതാണുണ്ട് എന്നൊക്കെ പറഞ്ഞു. കഴിച്ച് നോക്കിയിട്ട് റിയാക്ഷൻ നോക്കാം. കറക്റ്റ് പറയൂ കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് ആയി, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ശേഷം അടിപൊളിയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്രൂവ്ഡ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്ക്. അങ്ങനെ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ഹാനും ഹാപ്പി, എല്ലാവരും ഹാപ്പി.